പത്തനംതിട്ട മലയാലപ്പുഴയ്ക്ക് സമീപം പുതുക്കുളത്ത് കാട്ടുപന്നിയെ തോക്കുപയോഗിച്ച് വേട്ടയാടിയ സംഭവത്തിൽ വനംവകുപ്പ് കേസെടുക്കും. കാട്ടുപന്നിയെ വെടിവെച്ച സംഘത്തെ ഇന്നലെ രാത്രി നാട്ടുകാർ തടഞ്ഞുവെച്ചിരുന്നു. ഷിജോ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, ആരാണ് ഈ തോക്കുമായൊക്കെ എത്തി വേട്ടയാടിയത്? എന്താണ് ഇതിൽ നിയമലംഘനം ചൂണ്ടിക്കാട്ടപ്പെടുന്നത്? ഗോകുല, പഞ്ചായത്ത് അധികൃതരാണ് ഇതിനകത്ത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കാട്ടുപന്നിയെ ലൈസൻസ് ഉള്ള ആളുകൾ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മലയാലപ്പുഴ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈസൻസ് ഉള്ള ആളുകൾ തന്നെയാണ്, പക്ഷേ അവർ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഈ കാട്ടുപന്നിയെ വെടിവെച്ച് വന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ ഒട്ടും പാലിക്കുന്നില്ല. അപ്പോൾ വനം വകുപ്പിനെയും ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനം വകുപ്പ് കേസെടുക്കും എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാലപ്പുഴ പുതുക്കുളത്താണ് കാട്ടുപന്നിയെ തോക്കുപയോഗിച്ച് വെടിവെച്ച് വന്ന സംഘത്തിനെതിരെ നാട്ടുകാരും പഞ്ചായത്തും ഒക്കെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ലൈസൻസ് ഉള്ള പാലാ സ്വദേശികളെയാണ് ഇന്നലെ രാത്രിയോടുകൂടി നാട്ടുകാർ തടഞ്ഞു വെച്ചത്. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയെങ്കിലും പോലീസ് പിന്നീട് അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. തോക്കും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഞള്ളൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും കേസെടുക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പഞ്ചായത്ത് അധികൃതർ ഈ പറയുന്ന ആളുകളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിച്ചിരുന്നതാണ്, പക്ഷെ അത് പാലിക്കാതെ ഈ പറയുന്ന കാട്ടുപന്നിയെ വേട്ടയാടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. വിവിധ തരത്തിലുള്ള മാനദണ്ഡങ്ങളുണ്ട്, ഇത് പാലിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടിയാണ് പഞ്ചായത്ത് നിലവിൽ ഉന്നയിക്കുന്നത്. ശരി, ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.